ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് എന്തുമാത്രം കർത്താവിന് നമ്മൾ വിലപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം. ബൈബിളിൽ എവിടൊക്കെയാണ് കർത്താവ് നമ്മളെ എത്രമാത്രം നമ്മളെ കരുതുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സങ്കീർത്തനത്തിൽ പോകാം. 139 സങ്കീർത്തനം 14 വാക്യം. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. നമ്മളെ എന്ത് ഭയങ്കരം അത്ഭുതകരമായിട്ടാണ് കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു അവയവം, ഫോർ എക്സാമ്പിൾ ഹാർട്ട് ഇല്ലെ കിഡ്നി ഫെയിലായി പോയിട്ടുണ്ട്, എന്തോ പ്രയാസമായി, ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും പോലും നമ്മുടെ ബോഡിയിൽ നമ്മൾ അതിൻ്റെ ആഴത്തിൽ അത് പഠിക്കാൻ പോകുമ്പോഴേ അറിയത്തുള്ളൂ എന്തുമാത്രം ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങളും നമ്മളുടെ ബോഡിയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ യെശയ്യാവിൽ 43:4 പറയുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. സോ നമ്മളെ അത്ര പ്രഷ്യസ് ആയിട്ടാണ് കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ കർത്താവിന് വിലയേറിയവനാണ്. സോ നമുക്കതിന് പ്രാധാന്യം കൊടുക്കണം. നമ്മളെ എത്രമാത്രം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വില തരുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, നമ്മുടെ ഹസ്ബൻഡോ ഇല്ലെങ്കിൽ ആരാണ് നമുക്കൊരു വില തരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ തിരിച്ചും വില കൊടുക്കത്തില്ലേ? അതേപോലെ നമുക്ക് കർത്താവിന് വില കൊടുക്കാൻ നമുക്കിടയാകട്ടെ. മത്തായി 10:31 പറയുന്നുണ്ട്, ആകയാൽ ഭയപ്പെടാതെ ഏറിയ കുരുകളിനേക്കാളും നിങ്ങൾ വിശേഷമുള്ളവരല്ലോ. അപ്പം നമ്മൾ ആ സ്പാരോ, ആ ചെറിയ കുരുകൾ, അതിനേക്കാളും നമ്മൾ വിശേഷമുള്ളവരാണ്. ബൈബിൾ പറയുന്നുണ്ട്, നമ്മൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രമേ നമ്മളെ താഴ്ത്തിയിട്ടുള്ളൂ. എല്ലാത്തിനും മീതെ അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. 1 പത്രോസ് 1:18-19 വായിക്കുവാണെങ്കിൽ, വൃദ്ധവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നും വെള്ളിയും മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പോൾ അത്ര കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗ്യം നമ്മൾ എപ്പോഴും ഓർക്കുകയും സ്തോത്രം എന്ന യാഗം അർപ്പിക്കുകയും നമുക്ക് ചെയ്യുവാൻ നമ്മൾ മടിക്കരുത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കുഞ്ഞാടിന് വേണ്ടി നമുക്ക് ആ വിലയേറിയ രക്തത്തെ എപ്പോഴും ഓർത്തുകൊണ്ട് നമ്മൾ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാനിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.